എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നമ്മുടെ യോഗ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങൾക്ക് വിശദമായി നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ബഹുമാനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് എന്നാലും ഞാനൊരു ഔട്ട്ലൈൻ പറയാം. കേരളത്തിലെ പുറത്തുള്ളതുമായ ക്രൈസ്തവ സഭകളിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കുവാൻ ചർച്ച് ആക്ട് ഒരു പരിഹാരമാകുമോ എന്നുള്ള ഒരു സിമ്പോസിയമാണ് ഇന്നിവിടെ നമ്മൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ സീറോ മലബാർ സഭയിലും മറ്റ് പല സഭകളിലും വിശ്വസിക്കുന്നവരാണ്. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സഭയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും മൂടി വയ്ക്കപ്പെടുകയാണ്. വിശ്വാസികൾക്ക് സഭാ നേതൃത്വത്തിൽ നിന്നും വേണ്ട ഒരു അംഗീകാരം ലഭിക്കുകയോ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ സഭയുടെ സ്വത്തുക്കൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സുതാര്യത വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാത്ത ഒരവസ്ഥ നിലവിൽ ഉണ്ട്. ഭൂമി കുംഭകോണങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ലൈംഗിക പീഡനങ്ങൾ, രതിവൈകൃതങ്ങളെല്ലാം പലപ്പോഴും മൂടിവെക്കപ്പെടുകയാണ്. നമുക്കറിയാം, 27 കൊല്ലക്കാലമാണ് നമ്മുടെ സിസ്റ്റർ അഭയയുടെ പ്രശ്നങ്ങൾ കോടതി തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്തും ഒരുപക്ഷെ സഭയുടെ ഇടപെടലുകൾ കാര്യമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇതൊക്കെ ഒരു പൗരോഹിത്യത്തിന്റെ ഒരു ദുർഭാഷിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ വിശ്വാസികളെ അവരുടെ തൊട്ടിക്കാശ് എടുത്ത് ആഡംബര ജീവിതം നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കും. ഇപ്പൊ സമീപകാലത്ത് സീറോ മലബാർ സഭയുടെ ഈ ഞാനക്കൽ അടുത്ത പള്ളി കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു സ്ഥലം വൈദികനും അവിടുത്തെ കൈകാരന്മാരും കൂടി വിറ്റു എന്നാണ് പറയുന്നത്. വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് നമ്മുടെ ദീപിക പത്രത്തിന്റെ സ്ഥലം, ഒരുപാട് പ്രശ്നങ്ങൾ, ഭൂമി കുംഭകോണങ്ങളാണ്, ഞാനേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം ചർച്ച് ആക്ട് അല്ലെങ്കിൽ സഭയിൽ ഉണ്ടാവുന്ന വിശ്വാസികൾക്ക് ഗുണകരമായ ഒരു തീരുമാനം ചർച്ച് ആക്ട് നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം വിശ്വാസി സമൂഹത്തിന് മുൻപിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനായ ആ കാര്യത്തിൽ കുറച്ച് കൂടുതൽ പഠിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിനെ പോലെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സിമ്പോസിയത്തിന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും എനിക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പൊ അതിന് പറ്റിയ വേദിയല്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തായാലും ഈ യോഗത്തിലേക്ക് നമ്മുടെ ബഹുമാനിയായ നമ്മുടെ സംഘടനയുടെ ഇതിന്റെ മുഖ്യ സംഘാടകരും സംഘടനയുടെ ട്രഷററുമായ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനായ MJ ജോസഫ് മണപ്പാട്ടുപറമ്പിൽ സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. ഔദ്യോഗിക സ്വാഗതം പറയല് അദ്ദേഹം ഒന്ന് നടത്തിക്കോളും. മറ്റൊന്ന് നമ്മുടെ ഉദ്ഘാടകൻ. നമുക്കറിയാം, കേരളത്തിലെ നവമണ്ഡലങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ അല്പം കാര്യഗൗരവത്തോടു കൂടി ഇടപെടുകയും സംസാരിക്കുകയും വിഷയങ്ങളെ പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ സാർ. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനെ അഭിമുഖീകരിച്ച് പല കാര്യങ്ങളും കേരള സമൂഹത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചർച്ച് ആക്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവും അതിനകത്ത് വേണ്ട രീതിയിലുള്ള ഒരു റോള് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, 2009 ചർച്ച് ആക്ട് എന്ന് പറയുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അതിന്റെ ഒരു കരട് രൂപം ഉണ്ടാക്കി. അതിലും അദ്ദേഹം അംഗമായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. പിന്നീട് അദ്ദേഹം ജസ്റ്റിസ് KT തോമസ്, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹവും ഇത് നടത്തുവാൻ അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം. ബാക്കിയുള്ള കാര്യങ്ങൾ സെബാസ്റ്റ്യൻ പോൾ സാർ പറയുമെന്നുള്ളത് കൊണ്ട്
സെബാസ്റ്റ്യൻ പോൾ സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ പരിപാടി പറഞ്ഞപ്പോൾ തന്നെ ആദരപൂർവ്വം 2 കൈ നീട്ടി ഈ പറയുന്ന വിശ്വാസികളുടെ ഇടയിലേക്ക് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞേറ്റ ആരാധനായ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഇതിന്റെ ഉദ്ഘാടനമായിട്ടുള്ള സെബാസ്റ്റ്യൻ പോൾ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥതയോടുകൂടി വരാമെന്ന് ഏറ്റ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രിയങ്കരനായ നേതാവ് അഡ്വൈസർ ഫെലിക്സ് ജെ പുല്ലൂടാൻ ആ സാറിനെയും വളരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ഇവിടെ വരാമെന്ന് ഏറ്റിരിക്കുന്ന അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ്, നമ്മളൊക്കെ ഓർമ്മ വെക്കുന്ന സമയത്ത് ഈ എന്റെയൊക്കെ ഓർമ്മയില് പിന്നെ നമ്മുടെ മംഗളം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന MC വർഗീസ് സാറ് ചീഫ് എഡിറ്റർ ആയിരുന്നപ്പോൾ മുതല് ഈ ചർച്ച് ആക്ട് വേണം എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ് അവരിപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനായിട്ടുള്ള വർഗീസ് പറമ്പി, അദ്ദേഹം ഇപ്പോ ഇങ്ങോട്ട് എത്തും. അതുപോലെ തന്നെ ബഹുമാനായ ശ്രീ സ്റ്റാൻലി പൗലോസ്, ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ ആക്ടിംഗ് പ്രസിഡന്റ്, അദ്ദേഹത്തിന് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KCRMന്റെ നേതാവ് പാലയിൽ നിന്നുള്ള ശ്രീ ജോർജ് മൂലേച്ചാലിൽ, അദ്ദേഹത്തിനെയും പ്രിയങ്കരനായ മൂലേച്ചാലിൽ ചേട്ടനെയും സാറിനെയും ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ പോൾ ചെതലൻ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ സംഘടനയുടെ ജോയിന്റ് കൺവീനർ സംഘടനയുടെ കൺവീനർ ബഹുമാനായ ശ്രീ ജോസ് പാറേക്കാട്ടിൽ, അദ്ദേഹത്തിന് മോഡറേറ്റർ കൂടിയാണ്, അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ശ്രീ ഷിജു സെബാസ്റ്റ്യൻ ജോയിന്റ് കൺവീനറാണ്, അദ്ദേഹത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ ഈ പ്രോഗ്രാമിന്റെ ചീഫ് കോർഡിനേറ്റർ, എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇതിന്റെ ചീഫ് കോർഡിനേറ്ററും നമ്മുടെ സംഘടനയുടെ കോർ കമ്മിറ്റി അംഗവുമായ ശ്രീ മാർട്ടിൻ ടി ജോസ് തേവറപാടത്തിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി മഞ്ജു പൗലോസ്, നമ്മുടെ സംഘടനയുടെ കരുത്തുറ്റ ഒരു പ്രവർത്തകയാണ്. ശ്രീമതി മഞ്ജു പൗലോസിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ശ്രീ ആന്റണി വാതക്കാട് ചേട്ടൻ ഇവിടെ ഇരുന്ന എല്ലാവർക്കും അതിന്റെ രീതിയിൽ മാലയൊക്കെ ഇട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ലിജോയ് പാലാട്ടി, നമ്മുടെ യുവരക്തം ലിജോയ് പാലാട്ടിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇതിന്റെ ചടങ്ങ് ആരംഭിക്കുവാനും നടത്തുവാനും വേണ്ടിയിട്ട് ഞാനൊന്നും എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ബഹുമാനായ അധ്യക്ഷനെ ഈ യോഗത്തിന്റെ നടപടികൾ തുടങ്ങി വെക്കുവാൻ അല്ലെങ്കിൽ തുടക്കം കുറിക്കുവാനും, ഇതൊരു ഓപ്പൺ ചർച്ചയാണ്. ഈ സഭയുടെ നാശത്തിനല്ല, സഭകളുടെ നല്ലതിന് അവരെ നേർവഴിക്ക് നയിക്കാൻ മെത്രാന്മാർക്കും വൈദികർക്ക് അടക്കമുള്ള പൗരോഹിത്യത്തിന് പറ്റുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി നേർവഴിക്ക് നയിക്കാനാണ് ഈ സിംപോസിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഡ്വക്കേറ്റ് വർഗീസ് പറമ്പിലിനെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഇത് ഉപകാരപ്പെടുമോ എന്നുള്ളതാണ് ചർച്ച. ഈ ചർച്ചയിൽ നിങ്ങൾ ചില ആളുകളെ ഭീഷണിപ്പെടുത്താണ് ഇപ്പൊ പറയുന്നത്, ചർച്ച ആക്ട് പള്ളിയുടെ സ്വത്തുക്കളൊക്കെ മറ്റുള്ളവരടിച്ചു കൊണ്ടുപോകും, ജിഹാദികള് കാവിപ്പടയൊക്കെ കയറി കൈകാര്യം ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ഈ ചർച്ച ആക്ടിന്റെ സിംപോസിയത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് വിലക്കുന്നത് ഈ കാലിന്റെ ചുവട്ടിലെ മണ്ണ് പോകുമെന്നുള്ള ഭയപ്പാട് കൊണ്ട്, സിംഹാസനങ്ങൾക്ക് ഇടർച്ച വരുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് പൗരോഹിത്യം തന്നെയാണ്. ആ പൗരോഹിത്യത്തിന്റെ ഇടർച്ച ഇനി കൂടിക്കൊണ്ടിരിക്കും, സിംപോസിയങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതിലേക്ക് നല്ല നടത്തിപ്പിന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ മൈക്ക് നമ്മുടെ ബഹുമാനായ അധ്യക്ഷനെ കൈമാറുന്നു. നന്ദി. CNAയുടെ ചർച്ച ആക്ടുകളെ സംബന്ധിക്കുന്ന പ്രഭാഷണ പരമ്പരകളുടെ ആദ്യത്തേതായിട്ടാണ് നമ്മളിത് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ex-MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിനെ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ് മാഡം
എത്തിയിട്ടില്ല, ഓൺ ദ വേ ആണ്. ഉടനെ തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ശ്രീ ഫെലിക്സ് ജെ പുല്ലൂടാൻ, സത്യധ്വനി യൂട്യൂബ് ചാനൽ ഉടമ ശ്രീ ജോർജ് മൂലേച്ചാലിൽ, KCRMന്റെ ഒരു സെക്രട്ടറി ആയിരുന്ന ജോർജ് ജോസഫ് വരാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് രാവിലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് എത്താൻ പറ്റിയില്ല. മിസ്റ്റർ സ്റ്റാൻലി പൗലോസ് ആൻഡ് CNA ചെയർമാൻ മിസ്റ്റർ MP ജോർജ്, CNAയുടെ വേദിയിലിരിക്കുന്ന മറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചർച്ച് ആക്ട് എന്ന് പറയുന്നത് നമ്മളെ സമൂഹ മധ്യത്തിലെ ഒരു പുതിയ തേങ്ങ എവിടെയെങ്കിലും കണ്ടാൽ അപ്പോൾ നമ്മൾ അതിനെ ചർച്ച് ആക്ട് എന്ന് വിളിക്കണം. ഒരു പുതിയ തേങ്ങ. കാരണം ആ തേങ്ങ എങ്ങനെ പൊതിക്കണമെന്നോ അതിനകത്ത് എന്താണെന്നോ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് സമൂലം എല്ലാവരും ഇതിനെ എതിർക്കുന്നത്. വിശ്വാസികളും പിതാക്കന്മാരും അച്ഛന്മാരും എല്ലാം ഇതിനെ എതിർക്കുന്നതിൻ്റെ കാരണം അത് എന്താണെന്ന് മനസ്സിലാക്കാതെ ആണ്. ചർച്ച് ആക്ട് സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയ ചർച്ച് ആക്ടിന്റെ ഡ്രാഫ്റ്റുകൾ 2 എണ്ണമുണ്ട്. ഒന്ന് ചർച്ച് ആക്ട് 2009 പരേതനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അധ്യക്ഷനായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. രണ്ടാമത് 2019 ഡ്രാഫ്റ്റ് ചെയ്ത്, എന്നാൽ 2021 ഭേദഗതികളോടെ പൂർത്തിയാക്കിയ ഡ്രാഫ്റ്റ് ബിൽ 2021 ചർച്ച് ആക്ട്, കേരള ചർച്ച് ആക്ട് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ 2021. അതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പോസിയത്തിന്റെ വിഷയം. ഭാഗ്യവശാൽ നമ്മുടെ ഉദ്ഘാടകനും മുഖ്യപ്രഭാഷകനുമായിട്ട് എത്തിയിരിക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആദ്യത്തെ 2009 കമ്മീഷനിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ വിഷയമാക്കിയിരിക്കുന്ന 2021 ബില്ലിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അംഗമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ. രണ്ടും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് സഭയിലേക്ക് കയറുന്ന ഒരു ബില്ല് തന്നെയായിരുന്നു സർക്കാർ. പക്ഷെ അതിനെ വളരെ വാട്ടേർഡ് ഡൗൺ ആയി ഡൈല്യൂട്ട് ചെയ്ത ഒരു ബില്ലാണ് ഇപ്പം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന ഈ 2021 ബില്ല്. അതിൽ യാതൊന്നുമില്ല. പക്ഷെ ആ ബില്ലിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ പ്രഗത്ഭരായ സെബാസ്റ്റ്യൻ പോൾ സാർ അടക്കമുള്ളവർ വേദിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊതിയ തേങ്ങയ്ക്ക് ചുറ്റും ഉള്ള ചെടി ഒന്ന് മാറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി നമ്മുടെ വേദിയിലിരിക്കുന്ന ആളുകൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇന്നത്തെ നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏതാണ്ട് 143 പേരോളം രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ 2 ആഴ്ചയായിട്ട് നമ്മുടെ സഭയിലെ ഒരു അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ വഴി അദ്ദേഹം നിരന്തരം ഈ സിമ്പോസിയത്തിനെതിരെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൽ പങ്കെടുക്കുന്നവർ ജനിക്കാതിരുന്നെങ്കിൽ ഒരു വിശ്വാസിയും ഇവരുടെ സിമ്പോസിയത്തിൽ പങ്കെടുക്കരുത്. കണ്ട അണ്ടനും, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, അൺപാർലമെന്ററി ആണെങ്കിലും, കണ്ട അണ്ടനും അടകോടനും കയറി നിരങ്ങാനുള്ള സ്ഥലമാണോ ചർച്ച്? ഇവിടെ ഒരു വിശ്വാസികളും ഇല്ലെങ്കിലും അച്ഛന്മാർക്കും പിതാക്കന്മാർക്കും ഒരു ചുക്കും സംഭവിക്കുകയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. സത്യത്തിൽ വിശ്വാസ അടിമത്തം പേറുന്ന നമ്മുടെ വിശ്വാസികൾ പേടിച്ചുപോയി. പേടിച്ചത് അജ്ഞത കൊണ്ടാണ്. ആ
അജ്ഞാനം മാറ്റി ഇതെന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും ആളുകൾ എത്തേണ്ടതായിരുന്നു. സത്യത്തിൽ ഇന്നിപ്പം നമ്മളുടെ ഇവിടെ കൂടുതൽ സിമ്പോസിയത്തിന്റെ ഒരു ക്യാരക്ടർ നമ്മളുടെ ഇതിനകത്തില്ല. കാരണം ഇതിനെ അനുകൂലിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. അനുകൂലിക്കുന്നവരുടെ അടുത്തല്ലായിരുന്നു നമ്മൾ ഇത് ചെയ്യേണ്ടിയിരുന്നത്, പ്രതികൂലിക്കുന്നവരുടെ അടുത്താണ്. നമ്മളുടെ ഈ സിമ്പോസിയം സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അവിടെ പോയി അവരുടെ ഈ ഒരു സമ്മേളനത്തിലാണ് എന്നും കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഈ ചർച്ച് ആക്ട് വേണം എന്ന് CNA ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴത്തെ ചർച്ചിലെ ഇൻഡിസിപ്ലിൻ എല്ലാം നടക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറിൽ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഉള്ള തകരാറ് കൊണ്ടാണ് എന്ന് നമ്മൾക്ക് കൃത്യമായിട്ടറിയാം. കുർബാന പ്രശ്നമാണെങ്കിലും വസ്തു വിറ്റ കേസാണെങ്കിലും ഇപ്പം ഈ ഇടയ്ക്ക് കളമശ്ശേരിയിലെ സെന്റ് തോമസ് ഭവനം അവിടെ 6.5 ഏക്കറോളം സ്ഥലം വേറൊരു കമ്പനി കയറി വളച്ച് കെട്ടിയെടുത്തു. ഇതൊക്കെ അതിൻ്റെ കേസ് എന്ന് പറയുന്നത് സത്യത്തിൽ 40 കൊല്ലങ്ങൾക്ക് മുമ്പ് സെയിൽ എഗ്രിമെന്റ് ഉണ്ടാക്കി കാശ് മുഴുവനും കൊടുത്തു. പക്ഷേ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറയുന്നത് എത്രയോ വലിയൊരു വീഴ്ചയാണ് ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംഭവിക്കാൻ പാടില്ല, വ്യക്തികൾക്ക് ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അതെന്തുകൊണ്ട് സംഭവിച്ചു? ആ അഡ്മിനിസ്ട്രേഷന്റെ ഘടനയിൽ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ അഡ്മിനിസ്ട്രേഷൻ, ആ സിസ്റ്റം പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ല. അതിന് സൂപ്പർവൈസറി മെക്കാനിസംസ് കാര്യക്ഷമമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള യാതൊന്നും ഈ ഭൗതിക സ്വത്തുക്കളുടെ ക്രയവിക്രയങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഒരു വാട്ടർ പ്രൂഫ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സഭയുടെ ഭൗതിക സ്വത്തുക്കൾ മുഴുവനും അന്യാധീനപ്പെട്ടു പോകുകയും ചെയ്യും, ആത്മീയമായ വാല്യൂസ് ഇല്ലാണ്ടാവുകയും ചെയ്യും. ചർച്ച് ആക്ട് കൊണ്ടുവരിക വഴി നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. സിസ്റ്റത്തെ നമ്മൾ ഭരണക്രമവുമായി ബന്ധിപ്പിക്കുക. അതിപ്പോഴല്ല, ദിസ് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം നൗ. ആ സിസ്റ്റം ആണെങ്കിലോ വളരെ മോശം സിസ്റ്റവുമാണ്. ഞങ്ങൾ ജസ്റ്റിസ് KT തോമസിനെ, അതായത് ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത ചെയർമാനായിരുന്ന ജസ്റ്റിസ് KT തോമസിന്റെ വീട്ടിൽ പോയി കാണുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം വരാൻ താല്പര്യനായിരുന്നു, പക്ഷേ ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് വരികയെന്ന് ഞങ്ങളെ അറിയിച്ചായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിൽ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പൗരനായി ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അതോ നിയമങ്ങളെ കാറ്റിൽ പറത്തി നിങ്ങൾ ഒരു കള്ളനെ പോലെയോ ഒരു റൗഡിയെ പോലെയോ ഒരു മാന്യതയില്ലാത്തവനെ പോലെ ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഡിസിപ്ലിൻഡ് പൗരനാകാനാണോ ആഗ്രഹിക്കുന്നത്? അതോ മറിച്ചാണോ? അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ചു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഡിറ്റിങ്ങും കൃത്യമായ നികുതി കൊടുക്കലും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കള്ള കമ്പനിയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ നികുതികളും മറ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസും ഒക്കെ പെർഫെക്റ്റ് ആയി കൊണ്ടുപോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന, എല്ലാ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉള്ള ഒരു സിസ്റ്റം, ഒരു സ്ഥാപനം തന്നെ ആയിരിക്കും നമ്മൾ നടത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇത് അക്കൗണ്ടബിൾ ആകണം,
ഇത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഇതിനൊരു തർക്ക പരിഹാര സംവിധാനം ഉണ്ടാകണം. ഇതാണ് ചർച്ച് ആക്ടിൽ പറയുന്നത്. അതിനകത്തേക്ക് ഒന്നിലേക്കും ഇടിച്ചു കയറുന്നില്ല. മാഞ്ചസ്റ്ററിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയപ്പോൾ ഉണ്ടായ അനുഭവം, എന്തോ പിശാചാണ് നമ്മളെ കൊണ്ടുവരുന്നത്, എന്തോ പിശാചിനെ സഭയിലേക്ക് ഇറക്കി വീഴാനാണ് നമ്മളെ ഇന്ന് ശ്രമിക്കുന്നത് എന്നാണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. ഈ ബില്ലിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും, ഞാൻ അധികം നീട്ടുന്നില്ല. CNA പുതുതായിട്ട് ഒരു ആശയം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് ഞാൻ ഈ വേദിയിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് നമുക്കൊക്കെ സ്ക്വയർ മീറ്ററിൽ അറിയാമായിരിക്കും. പക്ഷേ ഏക്കർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് കിടുങ്ങും. ഇന്ത്യയുടെ വിസ്തൃതി 83 കോടി ഏക്കർ. ആ 83 കോടി ഏക്കറിൽ 17 കോടി ഏക്കർ സ്ഥലം വിവിധ ക്രിസ്ത്യൻ സഭകളിൽ ഓണർഷിപ്പാണ്, അവർക്കാണ് ഓണർഷിപ്പ്. ഇതിൻ്റെ മുകളിലുള്ളത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ. വഖഫ് ബോർഡൊക്കെ അതിൻ്റെ താഴെ വരും. അപ്പോൾ 17 കോടി ഏക്കർ സ്ഥലമുള്ള ഈ ചർച്ച്, നമുക്കറിയാം നമ്മുടെ ലോകത്തെ മുഴുവനും, ലോക സമൂഹത്തെ മുഴുവനും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാർബൺ എമിഷനും ടെമ്പറേച്ചർ കൂടിപ്പോകുന്നു എന്നുള്ളത്. 2070 ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചിയൊക്കെ മുങ്ങിപ്പോകുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരം ലോക ഫോറങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന്, കാർബൺ എമിഷൻ കുറയ്ക്കുക. 2, കാർബണിനെ വലിച്ചെടുക്കാനുള്ള കാർബൺ സിങ്കുകൾ ഉണ്ടാക്കുക. കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഗ്രീൻ കനോപ്പി. 1, കാർബൺ എമിഷൻ ഇത് കുറയ്ക്കുക. 2, ഗ്രീൻ കനോപ്പീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പൊ ഇന്ത്യ വേൾഡ് ഫോറത്തിൽ പോയി സമ്മതിച്ചിട്ട് പോന്നിരിക്കുന്നത് നമ്മളെ 2030 നമ്മൾ 2.5 കോടി ഏക്കർ സ്ഥലത്ത് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചോളാം. അതെങ്ങും എത്തിയിട്ടില്ല. ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന പേരിൽ ഒരു ഫോറമുണ്ട്, ഗവൺമെന്റിന്റെ സപ്പോർട്ടിലുള്ള ഒരു ഫോറമാണ്. അവരെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. സദ്ഗുരുവും ശ്രീ രവിശങ്കറും ഒക്കെ അതിനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ശ്രമം വളരെ ലിമിറ്റഡ് ഏരിയയിലേക്ക് വരുന്നുള്ളൂ. കാരണം അവരുടെ ഒന്നും സ്ഥലമില്ല. അവരൊക്കെ സ്ഥലം പാട്ടത്തിനെടുത്ത് ചെയ്യേണ്ട ഗതികേടാണ്. പക്ഷെ നമ്മുടെ സഭയ്ക്കോ നമുക്ക് 17 കോടി ഏക്കർ സ്ഥലമുണ്ട്. അതിലൊരു 10 കോടി ഏക്കർ സ്ഥലത്ത് ഇവരുടെ മീൻസ് നമ്മുടെ ബിൽഡിങ്സും മറ്റ് സംവിധാനങ്ങളും ഉണ്ടെന്നാണ് വിചാരിച്ചു. എന്നാലും 5 കോടി ഏക്കറെങ്കിലും മിച്ചം കാണും. അതിൽ 1 കോടി ഏക്കറിലെങ്കിലും സഭ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഗ്രീൻ കനോപ്പി ഉണ്ടാക്കി ഈ ലോകത്തെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കാൻ ഉള്ള പദ്ധതിയിൽ ഭാഗവാക്കാകണം എന്ന് ഞങ്ങൾ അതിനുള്ളൊരു മൂവ്മെന്റ് തുടങ്ങുക എന്നുള്ളതും CNAയുടെ അജണ്ടയിലുള്ളതാണ്. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതിന് ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ലോകത്തെല്ലായിടത്തും ഉണ്ടെങ്കിലും സഭയുടെ വകയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ശ്രദ്ധ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതിന് സമൂഹത്തിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സെബാസ്റ്റ്യൻ പോൾ സാറിനെ പോലെയും അതുപോലെ നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ ആളുകളുടെയും നിങ്ങളുടെയൊക്കെ ഒരു സഹായം വേണം സമൂഹ മതത്തിലേക്ക് എത്തിക്കാൻ. അതുപോലെ തന്നെ ഇത് ലിമിറ്റഡായ ഒരു ക്രിസ്ത്യൻ മിഷൻ ആയതുകൊണ്ട് YMCA പോലെയുള്ള ഇന്റർനാഷണൽ സംഘടനകളുടെയും സഹായം നമുക്ക് അഭ്യർത്ഥിക്കേണ്ടി വരും. എന്തായാലും ഇതിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഗ്രീൻ ചർച്ച് മൂവ്മെന്റ് എന്നാണ്. ഗ്രീൻ ചർച്ച് മൂവ്മെന്റ്. ഇതേക്കുറിച്ചും നമ്മുടെ ബഹുമാനപ്പെട്ട
ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നും അപേക്ഷിക്കുകയാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. അരുന്ധതി റോയിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മദർ മേരി കംസ് ടു മീ എന്നുള്ള ബുക്ക് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചിരുന്നു. ഏറ്റവും പുതിയ ബുക്കാണ്. അതിനകത്ത് അരുന്ധതി പറഞ്ഞിരിക്കുന്ന ഒരു 2 സെന്റൻസ് ഞാൻ പറഞ്ഞുകൊള്ളാം. The priests in the churches said, "It is difficult for the rich to go to heaven as is for a rich man entering the eye of a needle." I thought the rich are busy making a gigantic needle with a huge camel-sized eye. Friends, it has been forged, and cavalcades of camels have been passing through this gigantic eye. ഇത്രയേ ഉള്ളൂ. ഒരു അരുന്ധതി റോയിക്ക് അന്ന് ഈ ബുക്ക് ചെറുപ്പത്തിലെ അനുഭവം പറയുന്നത്. വെറും 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് തോന്നിയ ഫീലിംഗ് ആയി പറയുന്നത്. ഈ ഒട്ടകം സൂചിക്കുഴലിൽ കൂടെ പോകുന്നത് കഠിനമായതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സൂചിക്ക് മുമ്പിൽ പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് 2000 കൊല്ലത്തോളുമായി. ഇതിനത്ര കടന്നു പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ അരുന്ധതി റോയ് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞെന്നാൽ ഇവിടെ ഈ പറയുന്ന ജൈജാന്റിക് നീഡിലും വലിയ ക്യാമൽ സൈസ് സൂചിക്കുഴയും ഒക്കെ ഉണ്ടാക്കിയത് പണക്കാരനല്ല, ഇവിടുത്തെ സഭയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ സഭാധിപന്മാരും, അതായത് മാർപ്പാപ്പയെ ഒഴിച്ചു നിർത്താം, ബാക്കിയുള്ള എല്ലാവരും വളരെ സുഗമമായിട്ട് പള്ളിയുടെ കാശ് കൊണ്ടുണ്ടാക്കിയ ഈ മഹാസൂചിക്കുഴയിലൂടെ അവര് നിരന്തരം കയറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരിങ്ങനെ സുഗമമായിട്ട് കയറിപ്പോകുന്ന കണ്ടപ്പം നമ്മുടെ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, നോക്കൂ, ആ ചെറിയ സൂചിയുടെ കുഴയ്ക്ക് ചുറ്റും എത്രയോ കോടി പേരാ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന കയറി പോകാൻ വേണ്ടി നമുക്ക് അവരെയും കൂടെ കൂട്ടാം, നമുക്ക് ഒരുമിച്ച് കയറി പോകാം. അപ്പൊ നിങ്ങൾ ഈ വെർട്ടിക്കലായിട്ട് പണിത് വെച്ചിരിക്കുന്ന ഈ സൂചിക്കുഴ ഒന്ന് ഹൊറിസോണ്ടലാക്കൂ, നമുക്ക് എല്ലാവരെയും കയറ്റി പോകാം എന്ന് പറഞ്ഞു. പക്ഷേ പൗരോഹിത്യം അത് പബ്ലിക്കായിട്ട് സമ്മതിച്ചെങ്കിലും അവരതിന് തയ്യാറല്ല. സ്വമേധയെ അവര് തയ്യാറാകിയേല. അവരെ തയ്യാറാക്കണമെങ്കിൽ രാജ്യത്തെ നിയമങ്ങളുമായി നമ്മള് അതിനെ ബന്ധിപ്പിച്ച് ആ സൂചിക്കുഴ വെർട്ടിക്കാലിറ്റിയിൽ നിന്നും ഹൊറിസോണ്ടാലിറ്റി ആക്കി, ട്രാൻസിഷൻ ഫ്രം വെർട്ടിക്കൽ സ്ട്രക്ചർ ടു എ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് നമുക്ക് പോകാം. അതാണ് സിനഡാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ നിർത്തുകയാണ്. ഇതും കൂടെ ഞാൻ പറഞ്ഞ് ചേർത്ത് വെക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രോപ്പർട്ടി പ്രശ്നം, അതായത് ഗ്രീൻ കനോപ്പി ഉണ്ടാക്കുന്ന കാര്യം സത്യത്തിൽ ഈ ചർച്ച് ആക്ടുമായിട്ടും കൂടെ ബന്ധപ്പെട്ടതാണ്. കാരണം ചർച്ച് ആക്ടിനെ നമ്മൾ 2 ചർച്ച് ആക്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. സത്യത്തിൽ ഒരു ചർച്ച് ആക്ട് ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയ ചർച്ച് ആക്ട് 1927. ഈ 1927 ചർച്ച് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് സത്യത്തിൽ ഈ ലാൻഡിൽ ഭൂരിഭാഗവും ചർച്ചിന് ദാനം ചെയ്തു കൊടുത്തത്. ഞാൻ പറഞ്ഞത് ഈ പ്രോപ്പർട്ടി ഒക്കെ കിട്ടിയത്, ചർച്ചിന് കിട്ടിയത് ഒരു ചർച്ച് ആക്ടിൽ കൂടെയാണ്. അപ്പൊ ചർച്ച് ആക്ടിനോട് സഭ താങ്ക്ഫുൾ ആയിരിക്കുകയാണോ വേണ്ടത്? നമ്മൾ വേറൊരു ഒരു ചിഹ്ന ചർച്ച് ആക്ടുമായിട്ട് വരുമ്പോൾ അതിനെ എതിർക്കുകയാണോ വേണ്ടത്? കാരണം ചർച്ച് ആക്ടിന്റെ ഗുണഭോക്താവ് സഭ തന്നെയാണ്. ഈ പറഞ്ഞ 17 കോടിയിലെ ഒരു 10 കോടിയെങ്കിലും കിട്ടിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാര്യത്തിലാണ്, പിന്നെ പുറത്തുനിന്നുള്ള സംഭാവനകളുമൊക്കെ. ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാനും നമ്മുടെ ശുഷ്കമായ സദസ്സാണെങ്കിലും അതേക്കുറിച്ച് വളരെയധികം
ജ്ഞാനമുണ്ടായി മറ്റുള്ളവരിലേക്ക് പകരാനും ഈ സിമ്പോസിയം ഉപകരിക്കട്ടെ. സിമ്പോസിയത്തിന്റെ അവസാനത്തിലേക്ക് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഇന്നത് ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോള് ഇന്നിവിടെ ഇത് നിലവിളക്ക് കൊളുത്തി പ്രകാശം പരത്തി വേണമായിരുന്നു ചെയ്യാനെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു പ്രഖ്യാപനത്തിൽ ഉദ്ഘാടനം ഒരു പ്രഖ്യാപനം മാത്രമായി ഒതുക്കുകയാണ്. കാരണം നമ്മൾ പരത്തേണ്ടിയിരുന്ന പ്രകാശത്തെ ഒരു ബൈബിളിൽ പറയുന്ന പോലെ ഒരു മുറം വെച്ചോ കൊട്ട വെച്ചോ ഒക്കെ സഭാധികാരികൾ തന്നെ മൂടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് കത്തിക്കാൻ പറ്റിയില്ല. ആ മുറം, ആ കൊട്ട, ആ കവറിങ് ഇന്ന് നമ്മുടെ ഈ ചർച്ചകളിൽ അല്ലെങ്കിൽ ഇന്ന് ഈ പ്രസംഗ വേദിയിൽ നമ്മൾ ആ കൊട്ടയെടുത്ത് മാറ്റാൻ പറ്റിയാൽ ഈ സമ്മേളനം തീരുന്നതിന് മുമ്പ് നമ്മൾ അവസാനം ഒരുപക്ഷെ നമ്മൾ ആ തിരി കത്തിച്ചേക്കാം. സാമ്പ്രദായികമായ തിരി കത്തിക്കലിന് വിപരീതമായി, അതായത് ഒരു ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് നന്ദിയായി ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരുപക്ഷെ ഇതിൻ്റെ അവസാനമാക്കിയും മാറ്റിയേക്കാം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.